ഇനി മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികളെ വെട്ടിക്കൊന്നു. ഗുരുതര പരിക്കേറ്റ കൊച്ചുമകൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അരുംകൊല ചെയ്ത മകളുടെ ഭർത്താവ് ഓടി രക്ഷപ്പെട്ടുവെങ്കിലും പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടി. ഒറ്റപ്പാലത്തെ ആകെ നടുക്കുന്ന ഒരു ക്രൂര കൊലപാതകമാണ് ഇവിടെ നടന്നത്. ഒറ്റപ്പാലത്തും ചെറുപ്പളശ്ശേരി റൂട്ടിൽ ഏകദേശം 1 കിലോമീറ്റർ നീങ്ങിയാണ് ഈ സംഭവം. ഈ വീട്ടിനുള്ളിലാണ് സുൽഫിയത്തും മകനായ 4 വയസ്സുകാരനും നസീറും ഭാര്യ സുഹറയും ഒക്കെ താമസിച്ചിരുന്നത്. ഇതിൽ സുൽഫിയത്തിനെ വിവാഹം കഴിച്ചിരിക്കുകയായിരുന്നു റാഫി. പക്ഷേ സുൽഫിയത്തും റാഫിയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ പിരിയാൻ തീരുമാനിച്ചിരുന്നു. ഇതിൽ മകൻ്റെ ചുമതല ആർക്ക് നൽകണമെന്ന് സംബന്ധിച്ച തർക്കവും ഉണ്ടായിരുന്നു. ഈ തർക്കമാണ് ഒടുവിൽ ഈ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തി നിന്നത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടിയാണ് റാഫി വീട്ടിലെത്തിയത്. അതിനിടയിൽ നസീറിനോടും ഭാര്യ സുഹറയോടും ഒക്കെ സംസാരത്തിനിടയിൽ അയാൾ കയർക്കുകയും ഒരു അക്രമത്തിന് മുതിരുകയുമായിരുന്നു. കത്തി ഉപയോഗിച്ച് നസീറിനെയും ഭാര്യ സുഹറയും കൊലപ്പെടുത്തി. അതിനുശേഷം മുകളിലുള്ള സുൽഫിയത്ത് കിടക്കുന്ന മുറിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 4 വയസ്സുകാരൻ അച്ഛനെ കണ്ട് ഉപ്പ എന്ന് വിളിച്ച് അടുത്തേക്ക് ഓടിയെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 വയസ്സുകാരനെയും ഇയാൾ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ സുൽഫിയത്തി മകനെയും എടുത്തുകൊണ്ട് ഓടി പുറത്തേക്കിറങ്ങി. ഇവിടെ പുറത്ത് കുറേ നാട്ടുകാർ കൂടിയിരുന്നു. അവരാണ് ഈ സുൽഫിയത്തിനെയും മകനെയും രക്ഷിച്ചത്. വേർപിടിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ട്. പിന്നെ കേസ് കിടക്കാൻ തുടങ്ങിയിട്ട് അടുത്തായിട്ടുള്ളൂ. അവൻ ഇവിടെ അടുത്തവിടെ താമസിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ അവർ പറയുന്നുണ്ട്. എനിക്കറിയില്ല. അവൻ വന്ന് താമസിച്ചിട്ട് കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയാലും സമയത്തിന് ഇങ്ങോട്ട് കൊടുന്നു വിടലൊക്കെ ആയിരുന്നു. ഇന്നലെ അവൻ കൊടുന്നു വിടണോ ഇനി കൊണ്ടുവരണോ അറിയില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന വാഗ്വാദങ്ങളാണ് എനിക്കും ഇതിന് കാര്യം. പ്രതി ഉടൻ തന്നെ അവർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് ഇവിടെ എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു. റാഫി അപ്പോഴേക്കും ഒക്കെ ഇവിടെ നിന്ന് ഓടി മറ്റൊരു സ്ഥലത്ത് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ സമീപത്തുള്ളൊരു പറമ്പിൽ വെച്ച് തന്നെ റാഫിയെയും പോലീസ് പിടികൂടി എന്നുള്ളതാണ്. ഇപ്പോൾ ഇയാളുടെ കയ്യിൽ കുറച്ച് മുറിവ് കൂടി ഉണ്ടായിരുന്നു. ഒരു സൂസൈഡ് അറ്റംപ്റ്റ് പോലെയാണ് തോന്നുന്നത്. കുറച്ച് കേസുകളുണ്ട്. NDPS അടക്കമുള്ള കേസുകളാണ് നമുക്ക് മനസ്സിലായത്. ഒരു ഫാമിലി ഇഷ്യൂ കൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.